Dear students, welcome back to microprocessor class. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 8-bit നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ഓപ്പറേഷനാണ്. 8085 മൈക്രോ പ്രോസസ്സർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, റിപ്പീറ്റേറ്റീവ് എഡിഷൻ ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡിവിഷൻ ഓപ്പറേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് എന്തിനകത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ വാല്യൂ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 8/2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിരിക്കുക. 8/2. ഓക്കെ, അപ്പോൾ ഇവിടെ 8 എന്ന് പറയുന്നത് എന്താണ്, ഡിവിഡൻ്റ് ആണ്. ആൻഡ് 2 എന്ന് പറയുന്നത് 2 ഈസ് ഡിവൈസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ്, സബ്സ്ട്രാക്ട് ദ ഡിവൈസർ ഫ്രം ഡിവിഡൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിവൈസറിൽ നിന്ന് ഡിവിഡൻറ്റിൽ നിന്ന് ഡിവൈസറിനെ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 8 - 2 എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് കോഷ്യൻ്റ് വാല്യൂ 1 എന്ന് റൈറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിവൈസർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ടാണോ എന്ന് നോക്കുക. വെദർ ദ വാല്യൂ ഓഫ് ഡിവൈസർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിസൾട്ടൻറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ റിസൾട്ടൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റിമൈൻഡർ വാല്യൂ ആയിട്ടാണ് വരുന്നത്. ആ വാല്യൂവിനേക്കാളും വലുതാണോ ഡിവൈസർ നോക്കുക. അപ്പോൾ ഡിവൈസറിൻ്റെ വാല്യൂ വലുതാണെങ്കിൽ നമുക്ക് ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്ട്രാക്ഷൻ പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ സബ്സ്ട്രാക്ഷൻ അല്ല, നമുക്ക് ശരിക്കും എന്താണ് ആ ഡിവിഷൻ്റെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ്. അപ്പം ഇഫ് ദ വാല്യൂ ഓഫ് ഡിവൈസർ ഈസ് ലെസ് ദാൻ ദ വാല്യൂ റിസൾട്ട് ആഫ്റ്റർ എന്താണ് ഫസ്റ്റ് സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടി സബ്സ്ട്രാക്ട് ചെയ്യാം 2ൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 6 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 4 എന്ന് വന്നു. അപ്പോൾ ഈ കോഷ്യൻ്റ് എന്നുള്ളത് എന്തായിട്ട് മാറ്റി എഴുതി, 2 എന്ന് എഴുതി. അതായത് 2 പ്രാവശ്യം നമുക്ക് ഈ ഡിവൈസറിനെ എന്തിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റി, ഡിവിഡൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റി, സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ടൻറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ എന്താണോ നോക്കി, ഡിവൈസർ ആണോ നോക്കി. 4 ഈസ് ലെസ് ദാൻ 2 ആണോ, 4 ലെസ് ദാൻ 2 അല്ല, 4 ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ ഇവിടെ ഇനി സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു 2 വാല്യൂ കൂടി മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് വരുന്നു, 2 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ കോഷ്യൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് എഴുതി, 3 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നു, ദ വാല്യൂ ഓഫ് ദ റിസൾട്ട് ഈസ് ലെസ് ദാൻ ഡിവൈസർ ആണോ നോക്കി. ലെസ് ദാൻ അല്ല, അതെന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒന്നുകൂടി മൈനസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ കോഷ്യൻറ്റിൻ്റെ വാല്യൂ 3ക്ക് പകരം ഇവിടെ എന്ത് എഴുതി, 4 എന്ന് എഴുതി. ഇനി ദ വാല്യൂ റിസൾട്ടൻറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ എന്താണ്, ഡിവൈസറാണ്. റിസൾട്ടൻറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ ഡിവൈസർ ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ദ ഡിവിഷൻ ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദ റിസൾട്ടൻറ്റ് വാല്യൂ ആക്ട് ആസ് ദ റിമൈൻഡർ വാല്യൂ ആൻഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ അതിൻ്റെ എന്തായിരിക്കും, റിസൾട്ടാണ്, കോഷ്യൻ്റ് ആയിരിക്കും 4 എന്നുള്ളത്. അപ്പോൾ 8/2 കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 4 എന്നല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് 7/3 ആണ് എനിക്ക് ചെയ്യേണ്ടത്. 7/3 ആണെങ്കിൽ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും, 7 - 3 എന്ന് ചെയ്യും. ഇപ്പോൾ റിസൾട്ട് എന്ത് വന്നു, 4. ദെൻ ദ കോഷ്യൻ്റ് വാല്യൂ ഇസ് 1. ഓക്കെ, ദെൻ 4 ലെസ് ദാൻ 3 ആണോ ചെക്ക് ചെയ്തു, 4 ലെസ് ദാൻ 3 അല്ല. അപ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടി നമ്മൾ 3യുടെ വാല്യൂ മൈനസ് ചെയ്തു. ആൻസർ എന്ത് കിട്ടി, 1 എന്ന് വന്നു അല്ലേ. അപ്പോൾ കോഷ്യൻറ്റിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറി. ഓക്കെ, ദെൻ 1 ലെസ് ദാൻ 3 ആണോ, 1 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ നമുക്കിവിടെ റിസൾട്ടായിട്ട് എന്ത് പറയാം, ദ കോഷ്യൻ്റ് വാല്യൂ ഈസ് 2 ആൻഡ് റിമൈൻഡർ വാല്യൂ 1. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ദ ഡിവൈസറിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു ദ ഡിവൈസർ വാല്യൂ 3
plus the remainder part, this equal to എന്താണ് 7. This value is equal to എന്തായിരിക്കും, ഡിവിഡൻഡ് വാല്യൂ ആണ്. ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 7 ആയിരുന്നില്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതിനുള്ള പ്രോഗ്രാം എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഡിവിഡൻറ്റും ഡിവൈസർ വാല്യൂസും എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ്യൂം ചെയ്യാൻ ഞാനിവിടെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2000H എന്നുള്ള മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തത്. ദെൻ 2001 എന്തിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡിവൈസർ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 2000Hലുള്ള വാല്യൂ മൂവ് ചെയ്യണം. move h, 2000H, mvi h, 2000H. ഇതെന്ത് ചെയ്യും, h store the value of dividend to memory. ഡിവിഡൻഡ് വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, മെമ്മറിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ മെമ്മറിയിലുള്ള വാല്യൂവിനെ നമുക്കൊരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് ബി എന്ന് പറയുന്ന രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. മൂവ് ബി, എം എന്ന് കൊടുക്കാം. ഓക്കെ, മൂവ് ബി, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ദ വാല്യൂ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 12/2 ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ. 12 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ കോഡിൽ 12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സി ആയിരിക്കും അല്ലേ? അപ്പോൾ സി എന്നുള്ള വാല്യൂ, CH, ഈ വാല്യൂ എന്തിനകത്തേക്ക് സ്റ്റോർ ചെയ്തു, ബിയിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വാല്യൂ ഒന്ന് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് നെക്സ്റ്റ് വാല്യൂവിൽ നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി INX എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താ 2000 നിന്നത് 2000Hലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ദെൻ 2000Hലുള്ള വാല്യൂവിനെ എനിക്ക് സ്റ്റോർ ചെയ്യണം. അതിനെ 2000Hലുള്ള വാല്യൂവിനെ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മളിപ്പോൾ സി എന്നുള്ളൊരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. മൂവ് സി, എം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ബിനകത്ത് ഡിവിഡൻഡ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആരെയാണ്, ഡിവൈസർ വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഡിവൈസർ എന്ന് പറയുന്നത് 2 ആണ്, ഡിവിഡൻഡ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്ക് എന്താണ്, ഇപ്പോൾ വാല്യൂ സിനകത്തേക്ക് നമ്മൾ വാല്യൂ റീഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് നമുക്ക് കോഷ്യൻ്റ് എന്ന് പറയുന്ന ഓരോ പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ കോഷ്യൻറ്റിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം, 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡി രജിസ്റ്ററിന് ഉപയോഗിക്കുന്നു. D, 00H. ഡിയിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നു MVI D, 00H. അതായത് ഇത് നമുക്ക് എന്താണ്, കോഷ്യൻ്റ് വാല്യൂ ആണ്. ആ കോഷ്യൻറ്റിനെ എന്ത് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു, 00H വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ബിയിലുണ്ടായിരുന്ന വാല്യൂ നമുക്ക് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറയണം. മൂവ് ദ വാല്യൂ ഓഫ് ബി ടു അക്യുമുലേറ്റർ. അപ്പോൾ ബിയിലുള്ള വാല്യൂവിനെ നമ്മൾ അക്യുമുലേറ്ററിനകത്തേക്ക് മൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ നിന്ന് സിയിലുള്ള വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ട്രാക്ട് സി എന്ന് പറഞ്ഞു. അപ്പോൾ മൂവ് എ എന്നുള്ള വേരിയബിളിനകത്തേക്ക്, എ എന്നുള്ള രജിസ്റ്ററിനകത്ത് 12 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. സി എന്ന് പറയുമ്പോൾ A = A-2 എന്ന് ചെയ്യും. A = A-2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, 10 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻക്രിമെൻറ്റ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്തല്ലോ, ഇൻക്രിമെൻറ്റ് ഡിയുടെ വാല്യൂ, അതായത് കോഷ്യൻറ്റിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി ഡിയുടെ വാല്യൂ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കണം ഈ വാല്യൂ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ വാല്യൂ എന്തുകൂടി, റിമൈൻഡർ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ ഉണ്ടാവുക, എയിലല്ലേ ഉള്ളത്. അപ്പോൾ എയിലുള്ള വാല്യൂ ഡിവൈസർ വാല്യൂ കൂടി ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യണം, അല്ല ലെസ് ദാൻ ആണോ എന്നുള്ളത് നമുക്കൊരു കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ CMP എന്ത് കൊടുത്തു, സി എന്ന് കൊടുത്തു. സിയിലുള്ള വാല്യൂ ആണല്ലോ, ഡിവൈസർ വാല്യൂ ഉള്ളത് സിയിലാണല്ലോ. അപ്പോൾ സബ്സ്ട്രാക്ട് സി എന്ന് പറയുമ്പോൾ A = A-2 എന്ന് ചെയ്ത് ഇവിടെ ഇതെന്ത് ചെക്ക് ചെയ്യും, CMP സി എന്ന് പറയുമ്പോൾ A > C ആണോ നോക്കും. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമുക്കറിയാം, CMP എന്നുള്ളതിൻ്റെ കേസിൽ A > 2 ആണെങ്കിൽ, എയിലുള്ള വാല്യൂ >
2 അല്ല എൽ. ഇപ്പോൾ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്ന സി ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. 0 ഫ്ലാഗും എന്തായിട്ട് സെറ്റ് ചെയ്യും? 0 ആയിട്ട് സെറ്റ് ചെയ്യും. എ ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ സി ആണെങ്കിൽ, എയുടെ വാല്യൂ ലെസ് ദാൻ സി ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ 0 ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എ ഈക്വൽ ടു സി ആണെങ്കിൽ ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 0യും 0 ഫ്ലാഗിൻ്റെ വാല്യൂ 1ഉം ആയിരിക്കും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എയുടെ വാല്യൂ ലെസ് ദാൻ സി ആണെങ്കിൽ സബ്സ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇപ്പോൾ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യുന്നത് ജമ്പ് നോ ക്യാരി വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത വാല്യൂവിനെ, അതായത് ഒന്നുകൂടി നമ്മൾ ഇതിനകത്തുനിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ ലൂപ്പ് എന്നുള്ളതിന് ഇവിടെ നമുക്ക് റൈറ്റ് ചെയ്യാം. സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷനാണല്ലോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനം JNC അല്ല JC, അതായത് ജമ്പ് നോ ക്യാരിയാണ് പറഞ്ഞത്. ക്യാരി വാല്യൂ ആണ് സെറ്റ് ചെയ്തതെങ്കിൽ നേരെ അടുത്ത ലൈനിലേക്ക് വരില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? നമുക്ക് ഇപ്പോൾ അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറയാം. HTA ഇപ്പോൾ നമ്മൾ 2000 2001 അല്ലേ ഇവിടെ യൂസ് ചെയ്ത്. അപ്പം നെക്സ്റ്റ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 2000 Hനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അക്യുമുലേറ്ററിലെ വാല്യൂ. ഇത് നമുക്ക് കോഷ്യൻ്റ് വാല്യൂവിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറയാം? മൂവ് A,D കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇവിടെ മൂവ് A,D എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതിന് പകരമായിട്ട് നമുക്കൊന്ന് ചെയ്യാവുന്ന എന്താണ്, ഈ ഒരു വാല്യൂ, അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള മെമ്മറിയുടെ അഡ്രസ് വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അതിലേക്ക് അക്യുമുലേറ്ററിലെ വാല്യൂ, ദെൻ മൂവ് A,D കൊടുത്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വീണ്ടും അക്യുമുലേറ്ററിലെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോർ അക്യുമുലേറ്റർ വാല്യൂ ടു 2005 ആണ് ഇത്, ടു 2006 സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദെൻ ഇനി നമ്മളിതിനെ സ്റ്റോപ്പ് ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഡിവിഷൻ ഓപ്പറേഷനിൽ. അപ്പോൾ നമുക്കിതൊന്ന് സിമുലേറ്റർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സിമുലേറ്ററിനകത്ത് ആ സെയിം കോഡ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് 10 ഡിവൈഡഡ് ബൈ 2 ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 10 എന്ന് പറഞ്ഞാൽ A ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 02 അല്ലേ? 02. ഓക്കെ, അപ്പം 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 2005 റിമൈൻഡർ പാർട്ടും 2007 അതിൻ്റെ ആൻസറുമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം, റൺ ചെയ്ത് നോക്കാം. നോക്കൂ, 2007 എന്ത് വന്നു? 5 എന്ന് വന്നു. 10 ബൈ 2 എന്ന് വന്നു കഴിഞ്ഞാൽ 5 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ 10ന് പകരം ഇത് ജസ്റ്റ് 23 എന്ന് കൊടുത്തു. 23 എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആണിത്. 23 വേണ്ട, നമുക്കിവിടെ C എന്നുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, C എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്നത് 11, അല്ല 10 A എന്ന് പറഞ്ഞാൽ 10, B 11, C 12. C വേണ്ട നമുക്കപ്പോൾ D കൊടുക്കാം. 13 എന്നുള്ള വാല്യൂ. അപ്പോൾ റിമൈൻഡർ പാർട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ദെൻ റൺ ചെയ്തു. നോക്കൂ, ഇവിടെ റിമൈൻഡർ പാർട്ട് 01 എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ കോഷ്യൻ്റ് വാല്യൂ എന്താണ്? 06 ആണ്. അപ്പോൾ മനസ്സിലായില്ലേ?